ഇവിടെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഈ ദിയ, അതായത് ദിയ കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള ദിയയുടെ കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന ചില കമന്റുകളാണ് ഈ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തുമാത്രം വൃത്തികെട്ട മെന്റാലിറ്റിയാണ് ഇവിടുത്തെ സമൂഹത്തിനുള്ളത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ചെറ്റത്തരമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും. ഇത്രയ്ക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇവറ്റകൾക്കുണ്ടോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇമ്മാതിരി ഊളത്തരങ്ങൾ കമന്റായിട്ട് എഴുതി വിടത്തില്ല. ദിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അമ്മയാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ തടി കൂടിയെന്ന് പറഞ്ഞോ എന്തോ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അവരെ കളിയാക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും പ്രഗ്നൻസി പീരീഡ് അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ തന്നെയും അത് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ സമയത്ത് അവർ കുട്ടിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ അതിനെ ഇങ്ങനെ ഇത്രയ്ക്കും വൾഗറായിട്ടുള്ള രീതിയിൽ കമന്റ് ഒക്കെ ചെയ്തിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവരെ കാണുമ്പോഴത്തേക്കും ഇന്ന രീതിയിൽ ഇരിക്കുന്നു, ഇത് നീര് പിടിച്ച് മറ്റേ അത് കണക്കിരിക്കുന്നു, ഇത് കണക്കിരിക്കുന്നു, എന്തൊരു കോലമാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കഷ്ടമാടേ, എന്തൊരു ചിന്താഗതിയടി. ശരിക്കും പറഞ്ഞാൽ കുറെ ഉണ്ട് ഇതുപോലെ കമന്റ് ചെയ്യാനായിട്ട് ഒരു ജോലിയാക്കി വെച്ചേക്കുന്നു. എന്ന് വെച്ചാൽ ഏതൊരു പോസ്റ്റിന് താഴെയും ഇമാതിരി ചെറ്റത്തരങ്ങൾ വന്ന് വിളിച്ചു പോകുന്ന തരത്തിലുള്ള കുറെ അധികം കമന്റോടികളുണ്ട്. ഇവനെയൊക്കെ ശരിക്കും ഫേക്ക് ഐഡിയ ആണ്. കംപ്ലീറ്റ് ഫേക്ക് ഐഡിയകളിൽ വന്നിട്ടാണ് ഇമാതിരിയുള്ള ഊള കമന്റുകൾ കൂടുതലും ചെയ്യുന്നത്. അല്ലാതെ ഒറിജിനൽ ഐഡിയ വെച്ചിട്ട് കമന്റ് ചെയ്യാനുള്ള നട്ടലൊന്നും ഇവന്മാർക്ക് ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം. അമ്മാതിരി ഊളകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇമാതിരിയൊക്കെ കമന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ അവരുടെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് താഴെ ഇമാതിരിയൊക്കെ വന്ന് കമന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ ചിന്താഗതി എത്രത്തോളം ദുഷിച്ചതായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കുറെ ഇറങ്ങിയിട്ടുണ്ട് കമന്റ് ചെയ്തുകൊണ്ട് അങ്ങ് എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ കരുതുന്നവന്മാര്. കുറച്ചൊക്കെ ഒരു മാന്യത വേണ്ടേ പറയുന്നതിനും എടുക്കുന്നതിനും ഒക്കെ തന്നെ. ഇതെന്തോന്നാണ് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അവരിപ്പോ തടിച്ചിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും മെലിയും. അപ്പോൾ നീയൊക്കെ എന്തിനു കമന്റ് ഇടും? അപ്പോൾ ഒരാളെ വിലയിരുത്തുന്നത് അവര് എന്താ പറയാ ഊതിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ തടിച്ചിരിക്കുന്നു എന്ന ആ ഒരു രീതിയിലാവും. പരമ കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുത്തിക്കഴപ്പാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇമാതിരിയുള്ള കമന്റുകളൊന്നും ഇടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകത്തില്ല. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല. ഇമാതിരി ഊളകൾ മതി എല്ലാം നശിപ്പിക്കാനായിട്ട്. കാരണം ഇവന്റെ ചിന്താഗതി എന്ന് പറയുന്നത് അത്രത്തോളം ദുഷിച്ചതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവര് നല്ലൊരു വസ്ത്രം ധരിച്ച് അവരുടെ കുട്ടിയുമൊത്ത് നിൽക്കുന്ന ആ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്ക് പോലും ഇമാതിരിയുള്ള ഊള കമന്റുകളൊക്കെയാണ് ഇവനൊക്കെ ഇടുന്നതെങ്കിൽ എന്ത് ചെറ്റത്തരവും കാണിക്കാനുള്ള ലൈസൻസ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വിടുമ്പോഴത്തേക്കും പ്രതികരിച്ചെന്ന് വരും. ആരായാലും നമുക്ക് തെറ്റ് കണ്ടാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം എന്ത് കാര്യത്തിലായാലും. പക്ഷെ ഇവിടെ എന്ത് കാര്യത്തിലാണ് ഇവരെ ഇത്രത്തോളം അങ്ങ് അധിക്ഷേപിക്കാനായിട്ടുള്ള ഒരു സംഭവം ഇരിക്കുന്നത്? ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ആ കൊച്ചുകൊത്തുള്ള ഒരു എന്ത് തരത്തിലുള്ള ഒരു മോശം കാര്യമാണ് ഇത് തോന്നുന്നത്? അവരെ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. അവരെന്ത് തെറ്റ് ചെയ്തോ എന്തോ ശരിക്കും പറഞ്ഞു. കാരണം ഇമാതിരിയുള്ളവന്മാരൊക്കെ തന്നെ അതിന് ആരായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിലേ ജനിക്കേണ്ടവന്മാരല്ലായിരുന്നു, അല്ലെങ്കിൽ ജനിക്കേണ്ടവന്മാരല്ലായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. അതിന് ആര് തൊട്ടിത്തരം കാണിക്കുക, അതിന് ആണായാലും പെണ്ണായാലും.